കേരളത്തിൽ പുതുതായി തുടങ്ങുന്ന ഒരു ജിമ്മിന് പ്രത്യേകിച്ച് കാശൊന്നും ചിലവാക്കാതെ ഓൾ ഇന്ത്യ ലെവലിൽ പബ്ലിസിറ്റി ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകത എന്തെന്നാൽ മതത്തിന്റെ പേരിലുള്ള ആദ്യത്തെ ജിമ്മാണിത്. അങ്ങനെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം ഓപ്പൺ ആവാൻ പോവാണ്. കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന ജിമ്മിൽ ഒരു അപ്ഡേഷനാണ് വരുത്തുന്നതെന്ന് ഉടമ പറയുന്നു. സാധാരണ അപ്ഡേഷൻ എന്ന് കേൾക്കുമ്പോൾ കാര്യക്ഷമമായ ഭേദഗതികളാവും നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ ഈ ചങ്ങാതിയുടെ ജിമ്മ് ഇസ്ലാമിക് ഫ്രണ്ട്ലി അപ്ഡേഷനാണ് വരുത്തിയിട്ടുള്ളത്. ജിമ്മിന്റെ നിയമാവലികൾ താലിബാൻ മോഡലിൽ ശരിയാ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും. ശരിയാ നിയമങ്ങളുള്ള ജിമ്മായതുകൊണ്ട് തന്നെ പാട്ട് ഉണ്ടാവില്ല. കാരണം പാട്ടും നൃത്തവും സംഗീതവും എല്ലാം ഇസ്ലാമിക നിയമം അനുസരിച്ച് ഹറാമാണ്. പിന്നെ സ്ത്രീകൾ ഔറത്ത് മറച്ചിരിക്കണം. അതായത് അപ്പിക്കുപ്പായം എന്ന പേരിൽ മറ്റുള്ളവർ കളിയാക്കുന്നതും വിശ്വാസികൾ പർദ്ദ എന്ന് പറയുന്ന വസ്ത്രമാണ് ജിമ്മിലെ വേഷം. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വരാൻ പാടില്ല. ഇരുവർക്കും വെവ്വേറെ സമയമാണ്. ഇനി ഈ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മറ്റു മതസ്ഥർക്കും ഈ ജിമ്മിലേക്ക് വരാനുള്ള അനുവാദം ഉടമ നൽകുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മിലൂടെ എത്ര വരുമാനം ഉണ്ടാകുമെന്ന് ആശങ്കപ്പെടേണ്ട. അല്ലാതെ തുടങ്ങി വരുമാനം ഉണ്ടാക്കാനുള്ള വഴി അറിയാം. എന്നാൽ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആക്കിയതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു പാഷൻ ആണെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു ജിം ആശയം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഒരു സന്ദർഭം ഒരുങ്ങി വന്നു. അത് അദ്ദേഹം പ്രയോജനപ്പെടുത്തി എന്നാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ താമസിയാതെ മറ്റു മതസ്ഥർക്കും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഒരുങ്ങി വരുമായിരിക്കും. ഏതായാലും വരുമാനത്തിന് വേണ്ടിയല്ല, ഒരു ആശയത്തിന് വേണ്ടിയാണ് ഈ ജിം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വരുമാനം എവിടെ നിന്ന് വരും എന്നതിനെക്കുറിച്ച് ഇദ്ദേഹത്തെ അറിയുന്നവർ ആശങ്കപ്പെടേണ്ട എന്നാണ് പറയുന്നത്. അതോടൊപ്പം കേരളത്തിൽ ആദ്യമായി ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മിന് തുടക്കമിട്ടിരിക്കുകയാണ്. അതിനാൽ നേരിട്ട് കാണണമെന്നുള്ളവർക്ക് ജിം കണ്ട് ആശയം ഉൾക്കൊള്ളാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്.